പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ചിട്ട് 10 മാസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. പരാതിയിൽ ഒരു ജീവനക്കാരനെതിരെ പോലും നടപടിയുണ്ടായിട്ടില്ല. 2 കുട്ടികളുടെ അമ്മയായ ആശ ശരത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് മരിച്ചത്. കടപ്പുറം ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ആശ മരിച്ചിട്ട് 1 വർഷത്തോളമാകുന്നു. കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. ആശയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നോടൊപ്പം ഉള്ളത്. എന്തായി അന്വേഷണം? അന്വേഷണം ഒന്നും എങ്ങും എത്തിയിട്ടില്ല. അന്ന് നമുക്ക് മരണദിവസം എല്ലാവരെയും വിളിച്ചറിയിച്ചു. അതിനെ അന്വേഷിക്കാൻ വേണ്ടി MLA മാരും MP മാരും വാർഡ് മെമ്പർമാരൊക്കെ വന്നതല്ലാതെ അതിൽ പിന്നെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. എന്താ അവർ പറയുന്നത്? നമ്മളിതിങ്ങനെ അന്വേഷിക്കാതിരുന്നപ്പോൾ നമുക്ക് ഒരു ഫോറൻസിക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. നമുക്ക് കോടതി കേസിനൊക്കെ പോകണമെങ്കിലും ആ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോകാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഓരോരുത്തരുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ 41 ദിവസത്തിൽ തരാമെന്നാണ് എൻ്റെ മകൻ്റെ പറഞ്ഞു. അപ്പോൾ അവനിടയ്ക്ക് അപ്പോൾ SP മാരിങ്ങനെ മാറി മാറി ആലപ്പുഴ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അതിനുശേഷം വീണ്ടും ഒരു പുതിയ SP വന്ന് അവൻ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു അതിങ്ങനെ വർഷങ്ങളെടുക്കും. കഴിഞ്ഞ മാസം അവസാനം DM ഓഫീസിൽ പോയി തിരക്കുകയുണ്ട്. അപ്പോൾ ആശയുടെ അല്ലേ ആ പേപ്പറെല്ലാം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങളത് പേപ്പർ അവിടെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. 12 ദിവസം ഞാൻ വീണ്ടും അന്വേഷണം പറഞ്ഞു അത് എല്ലാവരും വേണം, ഓരോരുത്തരുടെ സമയം നോക്കി വേണം വിളിക്കാൻ. സത്യത്തിൽ ചെറിയൊരു ശസ്ത്രക്രിയയായിരുന്നു. രാവിലെ പോയാൽ വൈകുന്നേരം വരാൻ പറ്റുന്നൊരു അങ്ങനെ ഒരു ചികിത്സാ പിഴവ് തന്നെയാണെന്നല്ലേ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ചികിത്സാ പിഴവ് തന്നെയാണ്. അതെ, ചികിത്സാ പിഴവ് തന്നെയാണ്. എന്നുവെച്ചാൽ രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഇവിടുത്തെ കാപ്പിയൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് പോകുമ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അമ്മ മൊബൈൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മൊബൈലൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അഥവാ ഹസ്ബൻഡ് വിളിച്ചാലോ എന്നും പറഞ്ഞ് പോയി. അപ്പോൾ അനിയൻ്റെ ഭാര്യയാണ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അലർജിയുടെ ടെസ്റ്റ് ചെയ്തു. അതൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ എല്ലാം എഴുതി കൊടുത്ത് ഇതങ്ങോട്ട് അകത്തോട്ട് കയറിയും പിന്നെ അനിയൻ്റെ ഭാര്യ കാണുന്നത് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഓടുക. എന്നാൽ ഒരു കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോ എന്നാണ് പറയുന്നത്. ഇവിടെ ഓടിച്ചെന്ന് ഓപ്പറേഷൻ ചെയ്ത് അനിയത്തി കയറുമ്പോഴത്തേക്കും കാണുന്നത് ഇവർ നെഞ്ചത്തിട്ട് ഇടിക്കുന്നതാണ് കാണുന്നത്. ആ തിയേറ്ററിനകത്ത് ഒരു സജ്ജീകരണങ്ങൾ പോലും ഇല്ലായിരുന്നു. ആശയുടെ മരണം കഴിഞ്ഞപ്പോഴാണ് അവിടെ എല്ലാം അവർ വരുത്തി വെച്ചത്. ശരിക്കും ഇത് കൊലപാതകമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. ആരും നമുക്ക് നീതി തരാനാ? ദൈവം തന്നാലായി. വിലയുമില്ല. ഞങ്ങൾ നോക്കിയിട്ട് ജീവനൊരു വിലയുമില്ല. വയസ്സ് 31 ഉള്ളൂ. 2 കുഞ്ഞുങ്ങൾ അനാഥരെ. പ്രായമായ ഞങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നത്. ആശയ്ക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ LKGയിലും പഠിക്കുന്നു. ഭർത്താവ് വിദേശത്തായിരുന്നു. അദ്ദേഹം കുറേ നാൾ ഈ നമ്മളെയൊക്കെ ആയിട്ട് നിരന്തരം അദ്ദേഹം ബന്ധപ്പെടുമായിരുന്നു. കുറേ നാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു. ഏതാനും ദിവസം മുമ്പാണ് അദ്ദേഹം വിദേശത്തേക്ക് തിരിച്ചു പോയത്. കാരണം കുറേ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നെ ജീവിക്കാനുള്ളൊരു മാർഗം 2 കുട്ടികളെ പഠിപ്പിക്കണം, അച്ഛനെ അമ്മയൊക്കെ സംരക്ഷിക്കണം, അതുകൊണ്ട് മാത്രം വിദേശത്തേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചികിത്സാ പിഴവ് മൂലം ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം പരാതികളുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക്. പക്ഷേ അതൊന്നും കൃത്യമായി ഒരു ചികിത്സാ പിഴവ് പരാതിയിൽ പോലും കൃത്യമായൊരു മറുപടിയോ അല്ലെങ്കിൽ ഈ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു അന്വേഷണമോ ഇതുവരെ ഒരിടത്തും നടന്നിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത.